അമ്പമ്പോ തണ്ണിമത്തങ്ങ കണ്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെറുപാത്തി പോയപ്പം അവിടുത്തെ ചേട്ടൻ ഞങ്ങൾക്ക് തന്നതാണ്. ചേട്ടനാണെങ്കിൽ അവിടെ ഒരു ഫാമിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അതിന്റെ വലിപ്പം കണ്ടോ അടി. അപ്പൊ ഇതെല്ലാം കൂടെ കണ്ടിച്ച് നമുക്ക് തിന്നാൻ പറ്റത്തില്ല, പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഈ തണ്ണിമത്തങ്ങ കുറച്ച് തിന്ന് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ട് ബാക്കി ഐറ്റം വെച്ച് 2 അടാറ് തണ്ണിമത്തങ്ങ വിഭവങ്ങളാണ് നമ്മുടെ രസക്കാഴ്ചകൾ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ജീവിത രസങ്ങളുടെ സംഗമസ്ഥാനമായ RSTയുടെ പുതിയ ഒരു രസക്കാഴ്ചയിലേക്ക് സ്വാഗതം. അപ്പോളേ നമുക്ക് ഈ തണ്ണിമത്തങ്ങ ഒന്ന് മുറിച്ചെടുക്കാം. എന്താ ശാസ്ത്രീയമായിട്ട് മുറിക്കുന്നത് കാണണം. മുറിക്കുക. ഓക്കെ, കട പിടിച്ചോണം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ട് ഒരു മുറി നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുക. ഇവിടെ കിട്ടിയോ? ഈ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ചെത്തി മാറ്റണം കേട്ടോ. ഇതൊന്നും കളയാനുള്ളതല്ല, ഇവിടെ വെച്ചേക്കാം, പരിപാടിയുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കമത്തി വെക്കുക. ഓക്കെ, കമത്തി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് ചെത്തിയെടുക്കുക. ഉണ്ടോ? ഇതുപോലെ ചെത്തിയെടുക്കുക, കളയല്ലേ. ഇത് ഇങ്ങനെ ചെത്തിയെടുക്കുക. അപ്പം ഇനി ഇതാണ് നമ്മൾ എടുക്കണേ. പിന്നെ തണ്ണിമത്തങ്ങയുടെ ഗുണങ്ങളൊക്കെ അറിയാമോ? അറിയാം. തണ്ണിമത്തങ്ങയുടെ ഗുണങ്ങളിൽ ഏറ്റവും നല്ല കാര്യം, ഇത് ബ്ലഡ് ഉണ്ടാകാൻ ഏറ്റവും നല്ല സാധനമാണ്. പിന്നെ ക്ഷീണം മാറാൻ ഏറ്റവും നല്ല സാധനമാണ്. പൊട്ടാസ്യം കണ്ടന്റ് കൂടുതലുണ്ട്. വൈറ്റമിൻ A, B, C, E, D, F, G, H എല്ലാം ഉണ്ട്. തണ്ണിമത്തങ്ങയൊക്കെ അത് ചുരുക്കം പറഞ്ഞാൽ കളയാനൊന്നുമില്ല. ഞാൻ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കളയത്തില്ല. ഇതിൻ്റെ ഉപയോഗം ആണ് അടുത്ത വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് ഒരു രസക്കാഴ്ചയാണ്. അപ്പോൾ ഒരു രസക്കാഴ്ച ഇങ്ങനെ വരുന്നുണ്ട്. തണ്ണിമത്തങ്ങ രസക്കാഴ്ച അടുത്ത ലക്കം ഉണ്ടായിരിക്കാം, തുടരുന്നതായിരിക്കും. ആരും മിസ് ചെയ്യരുത്. അപ്പം നമ്മുടെ തണ്ണിമത്തങ്ങയിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സലാല മല്ലു ഫാമിലിയുടെ ഈ മുത്തുമണിയാണ് ഉണ്ടാക്കാൻ പോണത്. എന്താണെന്ന് നേരിട്ട് അങ്ങോട്ടൊക്കെ പറഞ്ഞു. ഇതിപ്പോ നമുക്ക് ഒരുപാട് തണ്ണിമത്തങ്ങ ഉണ്ട്. ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഏകദേശം 10 കിലോ ഉണ്ട്. അപ്പൊ നമ്മളിത് ജ്യൂസ് ഒക്കെ അടിച്ചു കുടിച്ചാലും ഒന്നും അങ്ങോട്ട് തീരത്തില്ല. അതെ, മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ എന്തുവാ, നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു അടിപൊളി ഒരു ജാമാണ് നമ്മൾ ഇത് തണ്ണിമത്തങ്ങ വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. ജാമിനുള്ള ഐറ്റം ഇവിടെ ഉണ്ട്. എന്റെ ഐറ്റങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അതിപ്പം ഞാൻ പറയത്തില്ല, ഇവരുടെ അടുത്തും പറയത്തില്ല. അത് അടുത്ത ലക്കം ഇന്ന് തന്നെ ഉണ്ടാക്കും. പക്ഷെ അടുത്ത വീഡിയോയിലെ ഞാൻ പോസ്റ്റ് ചെയ്തോളൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കാഴ്ച അടിപൊളി ഒരു തണ്ണിമത്തങ്ങ ജാം. പിന്നെ ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് എന്നോടാണ്, അല്ല നമ്മുടെ പ്രേക്ഷകരോട്. നമ്മൾ ഈ ജാമിനകത്ത് വേറെ ഒരു പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ 3 ഐറ്റംസ് മാത്രം കൊണ്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കുന്നത്. അടിപൊളി. ആദ്യമായിട്ട് നമുക്ക് ജാമിന് വേണ്ടി ഈ തണ്ണിമത്തങ്ങ ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നടുക്ക് അരിയില്ലാത്ത കുറച്ച് ഭാഗമുണ്ട്. നമുക്ക് അതൊന്ന് സെപ്പറേറ്റ് മാറ്റി വെക്കാം. അരി ഒരെണ്ണം ഉണ്ടായതിനകത്ത് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, അതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം അല്ലേ? ഇതിനെ അങ്ങോട്ട് മാറ്റി വെക്കാം. ശരി, ഇനി നമുക്ക് ഇതിനെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അരിയുള്ള ഭാഗങ്ങളെ അല്ലേ? ഓക്കെ. ഇതിനകത്ത് നമുക്ക് അരിയില്ലാത്ത ഭാഗം ഉണ്ടെങ്കിൽ ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിലും ഇല്ല അരി, നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഇതും അരിഞ്ഞെടുക്കാം. തണ്ണിമത്തങ്ങ എല്ലാം അരിയോട് കൂടിയുള്ളതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ജാമാണെങ്കിൽ 2 തരത്തിലുണ്ടാക്കും. ഒന്ന് കൂടുതൽ നമ്മൾ ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് തണ്ണിമത്തങ്ങ അരിഞ്ഞെടുക്കും. പക്ഷെ അതിൻ്റെ അടുത്ത് അരി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം അരിയോട് കൂടി അരിഞ്ഞെടുത്ത് വെക്കുക.
ഇവിടുത്തെ അരിയാണെങ്കിൽ നല്ല ഗുണമുള്ളതാണ്. അപ്പം നമ്മളിതൊന്ന് മിക്സിയിലാണെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിയുടെ ഗുണം അതിനകത്ത് കിട്ടിക്കോളുമല്ലോ. അതെ അതെ, ഈ അരി ഇവിടുത്തെ നമ്മുടെ ഇവിടെയുള്ള അറബികൾ ഈ അരി ഉണക്കിയിട്ടാണ് നമ്മളിത് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. വാട്ടർമെലൻ അരി, മത്തങ്ങാട് അരിയൊക്കെ. അപ്പം നമ്മൾ വേണ്ട ഇവിടെ കുറച്ച് നമ്മൾ കുരു ഇല്ലാതെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് തണ്ണിമത്തങ്ങ വേണ്ട അരി ഇല്ലാത്തതും അരിയുള്ളതും എല്ലാം അരിഞ്ഞെടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ പോയിട്ട് ഇതിനെ കൊണ്ടുവന്ന് അരിച്ചെടുത്തോണ്ട് വരാം. അരിയോട് കൂടിയ തണ്ണിമത്തങ്ങ നമ്മളവിടെ അരിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതൊരു 2 ലിറ്റർ ഉണ്ട്. ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അടികട്ടിയുള്ള ഉരുളിയോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ട് തീ കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ നമ്മളവിടെ അരിഞ്ഞെടുത്തിരിക്കുന്ന തണ്ണിമത്തനും കൂടി ഇതിനോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തീയിലിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതെ, നമ്മുടെ തണ്ണിമത്തങ്ങ അരച്ചതാണ്ടേ കുറുകി ഒരു പരുവായി വന്നിട്ടുണ്ട്. ഞാൻ ഇളക്കി ഒരു പരുവായി. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ തണ്ണിമത്തങ്ങനകത്ത് വെള്ളത്തിൻ്റെ അളവ് കൂടുതലല്ലയോ. അപ്പോൾ അത് പറ്റി വരാൻ കുറച്ച് നേരം എടുക്കും. മറ്റുള്ള ഫ്രൂട്ട്സ് പോലെ അല്ലല്ലോ. അപ്പോൾ ഇവനെ ഇങ്ങനെ ഇളക്കി വേണ്ടേ നമ്മൾ കുറുകി വരുന്നുണ്ട്. വേണ്ട ഈ ഒരു പരുവത്തിന് നമ്മൾ കുറുകി വന്നിട്ടുണ്ട്. നമ്മൾ ഒന്നാമത്തെ ചേരുവ മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരച്ചെടുത്ത തണ്ണിമത്തങ്ങയും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത തണ്ണിമത്തങ്ങയും കൂടാണ് നമ്മൾ ഒന്നാമത്തെ ചേരുവ. ഇനി നമുക്ക് രണ്ടാമത്തെ ചേരുവ ചേർക്കേണ്ട സമയമായി. രണ്ടാമത്തെ ചേരുവ എന്താണെന്നറിയാമോ, നമ്മുടെ പഞ്ചസാരയാണ് രണ്ടാമത്തെ ചേരുവ. പിന്നെ നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ തണ്ണിമത്തന് മധുരം കൂടുതലുള്ളതുണ്ട്, കുറവുള്ളതുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ പഞ്ചസാര ചേർക്കാവുള്ളൂ. എല്ലാം കൂടെ എടുത്ത് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം മധുരമായിപ്പോവും. അപ്പോൾ നമുക്ക് കുറേശ്ശെ മധുരം ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നമ്മൾ അരിഞ്ഞതും തണ്ണിമത്തൻ ജ്യൂസ് ആക്കിയതും കൂടെ ചേർത്ത് ഒരു 2.5 കിലോ തണ്ണിമത്തനാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിപ്പോൾ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 1 കിലോ പഞ്ചസാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ ചിലവർക്ക് കൂടുതൽ മധുരം വേണം, കുറച്ച് മധുരം വേണം, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കുറുക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തണ്ണിമത്തൻ ആദ്യം അരച്ച് നമ്മൾ വെള്ളം പറ്റി കുറുകി വരുമ്പോൾ അതിന് മധുരം കൂടും. അപ്പം നമ്മൾ അത് നോക്കിയതിന് ശേഷം മാത്രമേ മധുരം എല്ലാം ചേർക്കാവുള്ളൂ. ഇനി ഇത് നല്ലതായിട്ട് ഇളക്കി ഒന്ന് നല്ലതായിട്ട് കുറുകി വരട്ടെ. ഇത് പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് മധുരം ഒന്ന് നോക്കാം. ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. മധുരം കുറച്ചുകൂടെ മധുരം വേണം. നമുക്കിനി ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മളൊരു 1 കിലോ പഞ്ചസാര എടുത്ത് വെച്ചെങ്കിലും നമ്മളൊരു 200-250 ഗ്രാമിനടുത്തേ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മൾ പറ്റി വന്നപ്പോഴത്തേനും നമ്മുടെ ജാമിന് മധുരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ആരും പഞ്ചസാര ഇടരുത്. കാരണം വെള്ളം പറ്റി വന്നാലേ നമുക്കതിൻ്റെ മധുരം അറിയത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. നമ്മുടെ മൂന്നാമത്തെ ചേരുവ ചേർത്ത് കൊടുക്കേണ്ട സമയമായി. മൂന്നാമത്തെ ചേരുവ എന്താണെന്നറിയാമോ, നമ്മുടെ ചെറുനാരങ്ങയുടെ നീര്. നമ്മൾ നാരങ്ങയുടെ നീരെടുക്കുമ്പം അരി വരാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അരിയില്ലാതെ പിഴിഞ്ഞ് വേറൊരു പാത്രത്തിലോട്ട് എടുക്കുന്നത്. ഇതൊരു ഏകദേശം 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ്. നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ജാം അതായത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് അടുപ്പ് ഓഫാക്കി
നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റാം. ഹായ് എന്താ കളറല്ലേ? ഒരു കലർപ്പും ഇല്ലാതെ 3 ചേരുവ വെച്ച് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ജാം ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ ഇവിടെ എത്തും. ബ്രെഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് ടേസ്റ്റ് ചെയ്യാതാ പറഞ്ഞേക്കുന്നേ. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നമ്മളടി തണ്ണിമത്തങ്ങയൊക്കെ വലുതൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വെറുതെ ജ്യൂസ് അടിച്ച് പകുതി ഫ്രിഡ്ജിനകത്തൊക്കെ മുറിച്ച് വെച്ച് അങ്ങനെ അങ്ങ് കളയും. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലതായിട്ട് കുളിക്കുകയും ചെയ്യാം. പുറത്തുനിന്ന് ജാമും വാങ്ങിക്കേണ്ട, പിന്നെ കുറച്ചിരി ജോലി ചെയ്യണം. ഞാനിപ്പോൾ കണ്ട ഒരു ജാർ നിറച്ചെടുത്ത് ഇനി കുറച്ചുകൂടെ ഒരു ജാറിനോട് ഉള്ളത് കൊണ്ട് ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ അടിക്കുക. ബെൽ ബട്ടൺ അടിക്കുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോ അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തുകയുള്ളൂ. നമ്മുടെ തണ്ണിമത്തങ്ങ ജാം വേണ്ട തണുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്യാമറാമാൻ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് ടേസ്റ്റ് നോക്കാനായിട്ട്. നമ്മുടെ ക്യാമറാമാന് ടേസ്റ്റ് നോക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. ടേസ്റ്റ് നോക്കണം എങ്ങനെയുണ്ട്. നമ്മുടെ വേണ്ട ഒരു കളറും ചേർക്കാതെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നല്ല അടിപൊളി ജാമാണ്. ഞാനിപ്പോൾ ഒരെണ്ണത്തിലേ തേച്ചിട്ടുള്ളു. ഇത് വേണമെങ്കിലും തേക്കാം. ഇപ്പം നമുക്ക് ഇതുകൊണ്ട് കവർ ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം. ഇത് നീ കഴിച്ചു നോക്ക്. ചക്കടി ഇത് ലോണാകത്തില്ല, ലോണിങ് ആകത്തില്ല. താമസിച്ച് കഴിച്ചു. എങ്ങനെയുണ്ട് ജാമ്? ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു തണ്ണിമത്തങ്ങ പീസില്ലേ, അതൊരു ജെല്ലി എഫക്റ്റിന്റെ ടേസ്റ്റ് ഒക്കെ. എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? പൊളി. എല്ലാരും ട്രൈ ചെയ്യണം, ഒന്നും പറയാനില്ല. അപ്പം പറഞ്ഞത് കേട്ടല്ലോ. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമ്മുടെ ചേട്ടായുടെ ഒരു അടിപൊളി ഐറ്റമാണ് വരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരും മിസ് ചെയ്യരുത്, എല്ലാവരും വീഡിയോ കാണണം. അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നും പറയുന്ന പോലെ എല്ലാവരെയും സ്നേഹിക്കൂ. ലവ് യു ഓൾ.